KSU കൂട്ടത്തല്ല് ചോരക്കളി യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടാക്കിയ പുതിയ മാനങ്ങളുണ്ട്. സതീശൻ സുധാകരൻ ഭിന്നത മറ്റൊരു തലത്തിൽ കൂടി ആളുകളുടെ മുമ്പിലേക്ക് വളരെ പ്രകടമായി എത്തുകയായിരുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത്. അതിൽ കുറെ കൂടി ശക്തമായ രാഷ്ട്രീയ വാർത്തകൾ, വിവരങ്ങളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ കടുത്ത നിലപാടെടുക്കുകയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് കെ സുധാകരൻ. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ മാറ്റാൻ ആവശ്യപ്പെട്ട് കെ സുധാകരൻ ഹൈക്കമാൻഡിന് കത്ത് നൽകും. KPCC അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് കെ സുധാകരൻ്റെ നീക്കം. അലോഷ്യസ് സേവ്യർ VD സതീശൻ പക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നു. KSUവിനുള്ളിലെ കെ സുധാകരൻ അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ ആ പക്ഷത്തുള്ള ആളുകൾക്കെതിരെ ഏകപക്ഷീയമായ നടപടികൾ അന്നത്തെ ഈ തമ്മിത്തല്ലിൻ്റെയൊക്കെ പേരിൽ നടപടി എടുത്തു. അവർ തന്നെ അത് വളരെ പരസ്യമായി ആരോപണമായി പറയുന്നത് നമ്മൾ കേട്ടു. ഇങ്ങനെ ഒരു നീക്കം KSU പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് വന്നപ്പോഴാണ് KPCC പ്രസിഡന്റ് തന്നെ ഈ അന്വേഷണ സമിതി റിപ്പോർട്ട് വെച്ചിട്ട് പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ മാറ്റണം എന്നൊരാവശ്യം ഹൈക്കമാൻഡിനെ അറിയിക്കാനായി ഒരുങ്ങുന്നത്. അത്തരമൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന വാശിയിൽ തന്നെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സംഭവം KSUവിൽ ഒതുക്കാനുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നീക്കം സുധാകരൻ തടഞ്ഞു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ നീക്കാൻ സുധാകരൻ AICCക്ക് കത്ത് നൽകും. KPCC അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് സുധാകരന്റെ നീക്കം. പാർട്ടിക്ക് ആകെ നാണക്കേടായ കൂട്ടത്തല്ലിൽ തിരുത്തൽ നടപടി മുകളിൽ നിന്ന് തന്നെ വേണമെന്നും സുധാകരൻ പറയുന്നു. നേതൃത്വത്തിന്റെ കഴിവുകേടാണ് കൂട്ടത്തല്ലിന് കാരണമായി മാറിയത്. KPCC അധ്യക്ഷനെ പരിപാടിക്ക് ക്ഷണിച്ചില്ല. മദ്യപിച്ച് കൂത്താട്ടം നടത്തുന്നത് KSUവിന്റെ ക്യാമ്പായി കാണാനാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് സുധാകരൻ. നിലവിലെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടേണ്ട കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന ആലോചനയും സുധാകരന് ഉണ്ടെന്നാണ് സൂചന. അതേസമയം KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ നിലനിൽക്കെ തന്നെ KSU കൂട്ടത്തല്ല് അന്വേഷിക്കാൻ ആഭ്യന്തര സമിതിയെ നിയോഗിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ അംഗങ്ങളായ 3 അംഗ സമിതിയെയാണ് ചുമതലപ്പെടുത്തിയത്. അനീഷ് ആന്റണി, അർജുൻ കട്ടക്കാട്, നിതിൻ മണക്കാട്ടുമണ്ണിൽ എന്നിവരാണ് സമിതി അംഗങ്ങൾ. കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ട് ജൂൺ 2 മുൻപ് സമർപ്പിക്കണം. അന്തിമ റിപ്പോർട്ട് ജൂൺ 10 സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളിൽ KPCC ഇടപെടേണ്ടതില്ലെന്ന സൂചന നൽകിയാണ് KSU ആഭ്യന്തര അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.